ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബനാന കുംസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക, 3 മുട്ട, 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടിയും 1 നുള്ളു ഉപ്പും ഇട്ട് അതെടുത്ത് വെക്കുക. ഇനി ഒരു ബനാന നേന്ത്രപ്പഴം ചെറുതായി നുറുക്കിയത് നെയ്യൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓരോന്ന് വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതേ പാത്രത്തിൽ തന്നെ നെയ്യൊഴിച്ച് അണ്ടിയും കിസ്മിസും വറുത്തെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് മുട്ടയൊക്കെ മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് 3 മുട്ട അതിലേക്ക് പഞ്ചസാര ഇട്ട് വിപ്പ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വിപ്പ് ചെയ്തെടുക്കണം. ഇതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മുട്ട നല്ല പതിപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മൈദപ്പൊടിയും ഏലക്കായ് പൊടിയും ഉപ്പും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കുക. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. മുട്ട പതിപ്പിച്ചത് താന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറഞ്ഞത്. പിന്നെ അത് പൊന്തി വരില്ല, കേക്ക് പൊന്തി വരില്ല. ഫോൾഡ് ചെയ്തത് താന്നു പോയല്ലോ, അപ്പോൾ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പഴം കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 1 സ്പൂണോളം ബാക്കി വെക്കുക, നമുക്ക് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി അതും ഇതുപോലെ വെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ഫ്രൈ പാൻ പാത്രത്തിലാണ്, ഇത് ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത്. കുണ്ടുള്ള ഇതുപോലത്തെ പാത്രം, ഇത് ചെറിയ പാത്രമാണ്. അതിലേക്ക് നെയ്യ് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് പാർന്നു കൊടുക്കുക. അത് മൂടി വെച്ച് വേവിക്കുക. മേലെ കനം വെക്കണമെങ്കിൽ വെക്കുക, അടിയിൽ ഫ്രൈ പാൻ വെക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അടി കരിയാതിരിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ മേലെ ഒന്നും കൂടി ആവാനുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഈ പഴവും അണ്ടിമുന്തിരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, മേലൊക്കെ ഒന്ന് ആവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കുക, ഉള്ളൊക്കെ വെന്തിക്കണമെന്ന് നോക്കുക. അപ്പോൾ ഈസി റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണ്ടാക്കിയവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് നന്നായി അറിയാം. അപ്പോൾ ആരും ഉണ്ടാക്കാതെ പോവില്ല. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇത് കണ്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇനി ഇതിനേക്കാളും വലുത് വേണമെങ്കിൽ ഇത് എല്ലാം കൂടി ഒന്നും കൂടി ഡബിളാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കുംസ്, ബനാന കുംസ്. ഇല്ലെങ്കിൽ ബനാനയ്ക്ക് പകരം ക്യാരറ്റൊക്കെ ഉപയോഗിക്കുക, പൈനാപ്പിൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കുംസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിൻ്റെ അടുക്ക് ഇങ്ങനെ പഴം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ അടിയിൽ ഫ്രൈ പാനൊന്നും വെക്കാത്തതുകൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന്
കറുത്ത കളർ വന്നിട്ടുണ്ട്. ടേസ്റ്റൊന്നും കുഴപ്പമില്ല. അപ്പോൾ നല്ല കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.